ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ. മത്തായി 16, 13, 14 വാക്യങ്ങൾ. യേശു ഫിലിപ്പിൻ്റെ കൈസരിയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും, മറ്റു ചിലർ ഏലിയാവെന്നും, വേറെ ചിലർ യിരെമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കൈസരുടെയും ഹെരോദാവിൻ്റെയും ജാതീയ ഭരണത്തെ ഓർമ്മിപ്പിക്കുന്ന ഫിലിപ്പിൻ്റെ കൈസരുടെ തീരത്ത് യേശു വന്നു. യഹസ്കേലിലും ദാനിയേലിലും മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നവനെ കുറിച്ച് ദൈവം മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നതിനെ പറ്റി മനുഷ്യർ എന്തു പറയുന്നു എന്ന് കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു. യഹസ്കേൽ 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും ദാനിയേൽ 7-13 മനുഷ്യപുത്രനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. ഇതുവരെ ആരും മറ്റുള്ളവരോട് കർത്താവിനെക്കുറിച്ച് മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞിട്ടില്ല. യേശു മാത്രമേ തന്നെക്കുറിച്ച് മനുഷ്യപുത്രൻ എന്ന് എടുത്ത് പറയുന്നുള്ളൂ. ഈ ഒരു സ്ഥാനപ്പേര് ദാനിയേൽ 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ മത്തായി 8-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിലും എടുത്തു പറയുന്നു. അപ്പോൾ കർത്താവിൻ്റെ താഴ്മയെ കുറിക്കുന്നതിനാണ് തന്നെത്താൻ ഈ ഒരു പദം ഉപയോഗിക്കുന്നത്. പരസ്യരംഗങ്ങളിൽ തങ്ങളുടെ ബഹുമതി പേരുകൾ പറഞ്ഞു കേൾപ്പാൻ എല്ലാവർക്കും താല്പര്യമാണ്. എന്നാൽ തന്നെത്താൻ ഒഴിച്ച് താണു വന്ന കർത്താവ് യഥാർത്ഥത്തിൽ ദൈവപുത്രനാണെങ്കിലും മനുഷ്യപുത്രൻ എന്ന സ്ഥാനപ്പേരിൽ സംതൃപ്തനായി. വാഗ്ദത്ത മശിഹ താനാണെന്ന് വെളിവാക്കുന്നു. മനുഷ്യപുത്രൻ എന്ന ബഹുമതി തനിക്ക് ന്യായവിധിയുടെ അധികാരത്തോട് ചേർത്താണ് ദാനിയേൽ 7-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. അവിടെ വയോധികനായിട്ടാണ് മനുഷ്യപുത്രനെ കാണുന്നത്. അതായത് പുരാതനനായവൻ അല്ലെങ്കിൽ കാലങ്ങൾക്ക് അതീതൻ എന്ന് കാണുന്നു. ഈ ഒരു ചോദ്യം കർത്താവ് ചോദിക്കാൻ എടുത്ത സ്ഥലം വളരെ പ്രാധാന്യമുള്ളതാണ്. ഫിലിപ്പിൻ്റെ കൈസരിയിൽ വളരെയധികം ബാൽ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. അനേകം ദേവീ ദേവന്മാരുടെ നാമത്തിലുള്ള ക്ഷേത്രസ്ഥാനത്ത് നിന്നുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ ചോദിക്കുന്നത്. കൈസരയിലുള്ള ഒരു വലിയ കുന്നിൻ്റെ വശത്ത് ഒരു വലിയ ഗുഹയുണ്ടായിരുന്നു. പ്രകൃതിയുടെ വലിയ ദേവനായ പാൻ ഇവിടെ ജാതനായി എന്നാണ് ജനങ്ങൾ വിശ്വസിച്ച് വന്നത്. ഈ സ്ഥലത്തെ പാനിയാസ് എന്ന് വിളിച്ചു വന്നു. ഇപ്പോഴത്തെ അതിൻ്റെ പേര് ബാനിയാസ് എന്നാണ്. യവന ദേവന്മാരെ കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ പലതും ഫിലിപ്പിൻ്റെ കൈസരിയെ പരാമർശിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ചിലർ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നു, മറ്റു ചിലർ ഏലിയാവ് എന്ന് പറയുന്നു, യിരെമ്യാവോ അല്ലെങ്കിൽ മറ്റ് പ്രവാചകന്മാർ ആരെങ്കിലും ഒരാളായിരിക്കും എന്നൊക്കെ പറയുന്നു. ആർക്കും നിശ്ചയമില്ല. തൻ്റെ അതിശയ പ്രവർത്തികൾ കണ്ടിട്ടും ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ആളത്വത്തെക്കുറിച്ച് ആളുകൾക്ക് അറിവില്ലെന്ന് മനസ്സിലാക്കാം. യേശു യോഹന്നാൻ സ്നാപകനാണെന്ന് ഹെരോദാവ് തെറ്റിദ്ധരിച്ചു. മറ്റു ചിലര് ഏലിയാവായിരിക്കും എന്ന് പറയുന്നു. ഈ ചിന്തകൾക്ക് ഉപോത്ബലകമായി മലാഖി പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 5 ഒരു പക്ഷെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. ഇനിയും ചിലർ യിരെമ്യാവ് എന്ന് പറയുന്നു. അപ്പോൾ കർത്താവ് ആരാണ് എന്ന ചോദ്യത്തിന് പൊതുജനത്തിൻ്റെ മറുപടി ബഹുവിധത്തിലാണ്. ഈ ചോദ്യം ഇവിടെ അവസാനിക്കുന്നില്ല. നമുക്ക്
യേശു ആരെന്നാണ് പറയാനുള്ളത്? 10,000-ൽ ശ്രേഷ്ഠനെന്നോ, അവൻ നമ്മുടെ ആത്മപ്രിയനെന്നോ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ? ലോകത്തിലുള്ള ഏറ്റവും ചെറിയ കാര്യങ്ങൾക്ക് കൊടുക്കുന്ന വില നാം കർത്താവിന് കൊടുക്കുന്നില്ലെന്നുള്ളതായിരിക്കാം ഒരു പക്ഷെങ്കിൽ വാസ്തവം. യേശു ഏലിയാവെന്നും ഇരമ്യാവെന്നും ജനം ചിന്തിച്ചതിൽ നിന്നും യേശുവിനെ ജനം ഇവരുടെ നിരയിൽ കണക്കാക്കിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ദൈവത്തിൻ്റെ അഭിഷിക്തന് മുമ്പായുള്ള 2 മുന്നോടികളാണ് ഇവരെന്ന് സാരം. ഇവർ വന്നു കഴിഞ്ഞാൽ രാജ്യം ഉടനെ തന്നെ സമാഗതമാകും എന്നതായിരുന്നു അവരുടെ ചിന്ത. തുടർന്ന് പത്രോസ് തൻ്റെ ചിന്താഗതി വ്യക്തമാക്കുന്നതാണ് തുടർന്ന് വരുന്ന ഭാഗത്ത് നമ്മൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ആരാണ് എന്ന പ്രസക്തമായ ചോദ്യത്തിന് ഉത്തരം നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് പങ്കുവയ്ക്കേണ്ടിയിരിക്കുന്നു. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ ഈ ദൈവം നമുക്കാരെന്ന് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും നമ്മുടെ വാക്കുകൾ കൊണ്ടും വെളിപ്പെടുത്താൻ നമുക്ക് കഴിയട്ടെ. ദൈവം തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗപിതാവേ, മനോഹരമായ പുതിയ ദിനത്തിൻ്റെ പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി നൽകിയതോർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ആരെന്ന് വെളിപ്പെടുത്താൻ, ലോകത്തിൻ്റെ മുൻപിൽ കർത്താവെ അങ്ങേ സാക്ഷീകരിപ്പാൻ ഞങ്ങളുടെ ജീവിത അനുഭവങ്ങളുടെ സമ്പത്ത് ഞങ്ങളെ സഹായിക്കുന്നു. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ ആ ഒരു മഹത്വമേറിയ സാക്ഷ്യത്തിൻ്റെ ഉടമകളായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നമ്മോടുകൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.